തത്വമസി ആൻഡ് കൈരളി മൂവീസ് വിഷു ആഘോഷം ഞായറാഴ്ച കാർഷിക വികസന ബാങ്ക് ഹാളിൽ നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ സീരിയൽ സംവിധായകൻ ശ്രീജിത്ത് പാലേരി ഉദ്ഘാടനം ചെയ്തു. തത്വമസി ആൻഡ് കൈരളി മൂവീസ് വിഷു ആഘോഷം കാർഷിക വികസന ബാങ്ക് ഹാൾ വെച്ചാണ് നടന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ സീരിയൽ സംവിധായകൻ ശ്രീജിത്ത് പാലേരി ഉദ്ഘാടനം ചെയ്തു. തത്വമസി കൈരളി മൂവീസിന്റെ ഈ വിഷു കൈനീട്ട ആഘോഷ പരിപാടി ഒരു ഔപചാരികതയുടെ പേരിൽ ആദ്യമായി ഉദ്ഘാടനം ചെയ്തതായി തോന്നുന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കലയെ സ്നേഹിക്കുന്നവരാണ്, കലയെ ആദരിക്കുന്നവരാണ്, സർവോപരി കലാകാരന്മാർ. നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം പേരും എന്ന് തന്നെ പറയാം, എല്ലാവരും കലാകാരന്മാർ, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഏറ്റവും വലിയ കലാകാരന്മാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കലാ ആസ്വാദകരാണ്. ഒരു പാട്ട് കേൾക്കാത്ത, അല്ലെങ്കിൽ ഒരു സിനിമ കാണാത്ത, അല്ലെങ്കിൽ ഒരു നാടകം ആസ്വദിക്കാത്ത ആരും, ചിത്രം വരക്കാത്ത ആരും, ഏതെങ്കിലും രീതിയിൽ കലയുമായി ബന്ധപ്പെടാത്ത ഒരാൾ പോലും നമ്മുടെ ഈ നാട്ടിലുണ്ടാവില്ല, ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് കലയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. കലാകാരന്മാരുടെ മാനസികാവസ്ഥ നമ്മൾ പറയാറുണ്ട്, കലാപമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ പ്രവർത്തിക്കേണ്ടവരാണ് കലാകാരന്മാർ എന്നുള്ളത്. പക്ഷേ മാറിയ കാലഘട്ടത്തിൽ അത് എത്ര കണ്ട് പ്രാവർത്തികമാകുന്നു എന്ന് നമ്മൾ സ്വയം വിമർശനപരമായി ചിന്തിക്കേണ്ട ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് കാലാനുസൃതമായ മാറ്റത്തിൻ്റെ ഭാഗമാണ്. പലരും വ്യക്തികളിലേക്കും സ്വയം ചുരുങ്ങുന്ന അവസ്ഥയിലേക്കും മാറപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് അഹങ്കാരം പാടില്ല എന്ന് പറഞ്ഞു. ശരിക്കും അഹങ്കാരം എന്നുള്ള വാക്ക് ഞാനെന്ന ഭാവമാണ്. യോഗത്തിൽ സെക്രട്ടറി ദേവദാസ് സ്വാഗതവും പ്രസിഡന്റ് ഗീത അശോക് അധ്യക്ഷതയും വഹിച്ചു. ഗ്രൂപ്പ് അംഗങ്ങൾക്ക് അഡ്വക്കേറ്റ് ടി.കെ. സുധാകരൻ വിഷു കൈനീട്ടം നൽകി. യോഗത്തിൽ സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന രഞ്ജി രാജ് കരിന്തളം, വത്സരാജ് കാട്ടുകുളങ്ങര എന്നിവരെ ജന്മദേശം പത്രാധിപർ മാനുവൽ കുറിച്ചിത്താനം ആദരിച്ചു. യോഗത്തിൽ രക്ഷാധികാരി ചന്ദ്രൻ കാരളി, വിജയൻ പള്ളിപ്പാറ, ശങ്കരൻ നമ്പൂതിരി, അരവിന്ദൻ മാസ്റ്റർ, ചന്ദ്രിക മടിക്കൈ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പച്ചൻ ചെറുപുഴ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.